ഞാൻ കുറെ നേരം സംസാരിക്കുന്നു. ഇനി സംസാരിക്കാനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞിരുന്നു. യെസ് ഓക്കെ. ഇപ്പോൾ ലാൽ സാർ ഇനി സാർ അവിടെ ഇരിക്കണ്ട, ഇനി സാർ ഇങ്ങോട്ട് വരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതും ഒക്കെ സാറാണ്. അപ്പോൾ ജൂനിയറിനും സീനിയറിനും വേദിയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ദി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഡയറക്ടർ ജീൻ പോൾ. പുറകെ വരാമെന്ന് പറയുന്നു. ബട്ട് ലാൽ സാർ നമസ്കാരം. സീനിയറോ ജൂനിയറോ അങ്ങണ്ട അവിടെ ഇരിക്കട്ടെ. നമസ്കാരമുണ്ട്. നടികർ തിലകം, തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി മേക്കേഴ്സും ഗോഡ് സ്പീഡ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടോവിനോ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു, ഭാവന, പിന്നെ ഒരുപടി 20-ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എൻ്റെ മകൻ ലാൽ ജോലിയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടികർ തിലകം. അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര, TV, മാധ്യമങ്ങളിലെ, ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ, അങ്ങനെ സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം. അതിൻ്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു. ഒരു 2 മാസം മുമ്പ്, അന്ന് ജീവന്റെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീരായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസറിന്റെ ആയിരുന്നു. പ്രൊഫസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന, ഇത്രയും എളിമയായി സംസാരിക്കുന്ന, ഇത്രയും ആതിഥേയ മര്യാദയുള്ള, എനിക്ക് തോന്നുന്നു സാധാരണ വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണം പ്രിയം കൂടിയാണ് അദ്ദേഹം. എന്നെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം. വീട്ടിൽ മാത്രമല്ല, സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ള, നന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്ന് എത്തിയത്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, ലാൽ സാർ, കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ പടത്തിന്റെ പേര് നടികർ തിലകം എന്നാണ്. ഞാൻ സാറ് എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അയ്യോ അപ്പൊ പിന്നെ കുറച്ചേരൊക്കെ പുള്ളി ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്താ സാറേ, ലാൽ സാർ പുള്ളി തപ്പി കളിക്കുന്നു. വേണ്ടി ചോദിച്ചപ്പോ വേറെ ഒന്നുമില്ല ലാൽ സാർ, എന്നെ ലാൽ സാർ എന്നാണ് വിളിക്കുന്നത്. എന്നെ മാത്രമല്ല, ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവമുണ്ട്, നടികർ തിലകം എന്ന് പറയുന്നത്. ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാരോ ആ പേരിടാൻ ശ്രമിച്ചതാണ്. അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞ് അത് ഒഴിവാക്കി. ഇത് ലാൽ സാറിന് എങ്ങനെ പറയുന്നു, ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാണ് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരു ഇത് ആവശ്യമായിട്ടോ അല്ല, ഒരു എന്താ പറയാ, എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേരിൽ നിന്ന് മാറ്റിയാൽ നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഒരു 7-8 മാസത്തോളമായിട്ട് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരിലേക്കും നടികർ തിലകം എന്നൊരു പേര് എത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അവര് കാശ്മീർ ഷൂട്ടിംഗ് വരികയാണ്. അവര് അടുത്ത ആഴ്ച വരും. ഞാൻ അപ്പോഴും ഞാനൊരു കഴിയുന്നത് പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു കഴിഞ്ഞാൽ അതിനുശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞൊരു റിക്വസ്റ്റ് പോലെ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഒരു കാശ്മീരിൽ നിന്ന് വരുന്നവരെ ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ കരുതി ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണ്, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീവന് ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ വേറെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. പ്രൊഡക്ഷൻ കാര്യമാണെങ്കിലും എന്താണെങ്കിലും
എങ്കിലും സംസാരിക്കാതിരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ല ജീനെ. ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ രഞ്ജി പറഞ്ഞു പപ്പ കൂടി പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചോളാ പുതിയ പേരെന്തെങ്കിലും ആവട്ടെ. പ്രഭുസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ, അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം, അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരിക്കും. നമ്മൾ പേര് മാറ്റുന്നു പപ്പ, അതെന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അദ്ദേഹത്തെ വിളിച്ച് ഇമ്മീഡിയറ്റായിട്ട് പറയണം. ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു. സാറ് നമ്മുടെ പേര് മാറ്റി സാറ്, കുഴപ്പമില്ല, എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കൊള്ളാം, കുഴപ്പമില്ല. ലാൽ സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട, നരകത്തിലേക്കാ ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും മതി, നടകത്തിലേക്ക് മൊത്തത്തിൽ മാറ്റണ്ട, അത് വെച്ചോളൂ. ഞാൻ പറഞ്ഞില്ല സാറേ, നമ്മളെന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്ന് ഉണർന്നു. ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ, ഒരു കാര്യം ഇതിലിറങ്ങുമ്പോൾ അതിനകത്തൊരു ലാഭം കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു സാർ ഒരു റിക്വസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചോട്ടെ. ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും. അതിനൊന്ന് സാർ വരാം. ഉടനെ സാർ പറഞ്ഞത് ഇത് എന്തല്ല അതിന് റിക്വസ്റ്റോ, ഇത് ഞാൻ പറയേണ്ടതല്ലേ, എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അല്ല സാർ, ഇത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്, സാറ് വരണം. സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും, അതിന് വേറെ മൈലേജും ഉണ്ടാവും. തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, അന്ന് വന്നിട്ട് ഞാൻ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞനുസരിച്ചിട്ടാണ് സാറ് എന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിനൊരു പുനർനാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. അപ്പൊ അതാണ് ചടങ്ങ്. അപ്പോ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 വാക്ക് പറയാൻ ടൊവിനോയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.